ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇനിയും ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ പുതുവർഷമാണ്. 2024 വിട പറഞ്ഞുകൊണ്ട് 2025 കടന്നു വരുന്നു. ഇതുപോലെ എത്ര വർഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയത്. പടി കടന്നു വന്നു, കടന്നുപോയി. നമ്മുടെ ജീവിതത്തിന് വല്ല പരിവർത്തനവും സംഭവിക്കണം എന്ന് നാം ആഗ്രഹിച്ചിരുന്നവർക്ക് അതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. ആഗ്രഹം കഠിനമാണെങ്കിലേ ആഗ്രഹ സാഫല്യം സാധിക്കുകയുള്ളൂ. നമ്മൾ ആദ്യമൊക്കെ ആഗ്രഹിക്കും, ചിട്ടപ്പെടുത്തും, പിന്നീട് നമ്മൾ കാലാന്തരത്തിൽ നാം തന്നെ അത് മറന്നു പോകും. പക്ഷേ ഈ 2025 അതങ്ങനെയാകാൻ പാടില്ല. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയജനങ്ങളും ഈ പുതുവർഷത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കണം. കടുത്ത തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയുണ്ടാകുവാൻ. നാം ഇപ്പോൾ നോക്കിക്കേ, സമസ്ത മേഖലകളിലും എല്ലാം നമ്മുടെ പൂർവികരോ അല്ലെ നാം ജീവിച്ചതോ ആ ഒരു അവസ്ഥയിലൂടെയാണോ നമ്മുടെ അടുത്ത തലമുറകൾ കടന്നു പോകുന്നത്. ഏതു മേഖലകളിലുണ്ട് ശാന്തിയും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിറഞ്ഞ ഏതെങ്കിലും ഒരു മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിതം കാണിച്ചു തരാനുണ്ടെങ്കിൽ അതെല്ലാം എവിടെ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അതെല്ലാം ഈശ്വരാംശമുള്ളവർ അല്ലെങ്കിൽ ഈശ്വരനെ കൂടുതൽ അറിയുന്നവർ, ആത്മീയമായ ഒരു അടിത്തറയുള്ളവർ മാത്രമേ ഈ കലികാലത്ത് എല്ലാ വിപത്തിൽ നിന്നും കടന്നു പോയി ശാന്തമായ ജീവിതം നയിക്കുവാൻ, ആരോഗ്യത്തോടെ, ആയുസ്സോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അത് ചുറ്റിനും ഒന്ന് കണ്ണോടിക്കുകയും അവനവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുകയും ചെയ്താൽ മനസ്സിലാവും. ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയി. ഇന്ന് സഫല ഏകാദശിയായിരുന്നല്ലോ. ഭഗവാന്റെ അടുത്തൊരു അതിൻ്റെ ഒരു വിഷ്ണു ക്ഷേത്രം വീടിനടുത്തുണ്ട്. അവിടെ വെച്ച് ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ അവർ പറയുന്നു, ഭഗവാനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് അതിലേക്ക് വന്നപ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ മാറ്റം വന്നിരിക്കുന്നതെന്ന്, ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾക്ക് ഉടമയായി മാറിയെന്ന്. അപ്പോൾ ഇത് വളരെ എല്ലാവർക്കും ഇത് വളരെ സത്യമായി മനസ്സിലാകുന്ന, അനുഭവമായി കാണാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരാളുടെ മാത്രം അഭിപ്രായമല്ലത്. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ മുഴുകിക്കോളൂ. പക്ഷെ ആ മുഴുകുന്നതിനൊപ്പം ആത്മീയമായ കാര്യങ്ങളിലൂടെയും, ആത്മീയമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പൂജയും വഴിപാടും ചെയ്യുന്നതല്ല. അതിലൂടെ ചെന്ന് നാം എത്തുന്ന ഒരു സ്ഥലമുണ്ട്, മനസ്സ് നിശ്ചലമാകുന്ന ഒരു സ്ഥലം. ഇവിടെയൊക്കെ പോയാലും എവിടെ പോയാലും ഒന്നിനെ തന്നെയാണല്ലോ നാം ഈ വിളിക്കുന്നത്. എല്ലാം ഒന്നിൽ നിന്നാണല്ലോ ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ ഒന്ന് തന്നെയാണല്ലോ നമുക്ക് ചുറ്റിനും കാണുന്ന പല രൂപങ്ങൾ. ആ പല നാമങ്ങളിലും രൂപങ്ങളിലും ഉള്ള പലതും ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ ഭാവങ്ങളാണെന്നും ആ ഒന്ന് ഏകത്വത്തിൽ നിന്നാണ് ഇതെല്ലാം കടന്നു വരുന്നതെന്നും തിരിച്ചറിയുന്ന ഒരവസ്ഥയിലാണ് മനസ്സ് നിശ്ചലമാകുന്നത്. അപ്പോൾ അതിലേക്കുള്ള പാതകളാണ് നാം പിന്തുടരുന്ന ഈ വിശ്വാസവും ഭക്തിയും ഒക്കെയും. അപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കണം. കടുത്ത തീരുമാനങ്ങൾ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടിട്ട് ആരും തീരുമാനത്തിൽ നിന്ന് പിന്മാറിപ്പോകേണ്ട. കടുത്ത തീരുമാനമില്ല. നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനുള്ള, നമ്മുടെ കുടുംബത്തെ ഐശ്വര്യപൂർണ്ണമാക്കുവാനുള്ള, നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാനുള്ള, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാനുള്ള, സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആർക്കാണ് ആയുസ് വേണ്ടാത്തത്? ആർക്കാണ് ആരോഗ്യം വേണ്ടാത്തത്? ആർക്കാണ് സൗന്ദര്യം വേണ്ടാത്തത്? ഇതെല്ലാം എല്ലാവർക്കും വേണ്ടതല്ലേ. ആയുസ് വെറുതെ കട്ടിലിൽ കിടന്ന് വർഷങ്ങൾ വയ്യാതെ കിടന്ന് പോകുന്ന ആയുസ്സല്ല. ആരോഗ്യത്തോടുകൂടി ഇരുന്ന്, സൗന്ദര്യത്തോടുകൂടി ഇരുന്ന്, ഓർമ്മശക്തിയോടുകൂടി ഇരുന്ന്, ബുദ്ധിശക്തിയോടുകൂടി ഇരുന്ന് എല്ലാം ജീവിതം ഇവിടെ എല്ലാം അനുഭവിക്കുന്ന ആ ഒരു സന്തോഷത്തോടു കൂടിയിരുന്ന് അനേക കാലം ജീവിക്കണമെന്ന് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അങ്ങനെയുള്ളവർ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ പറയുന്നത് പോലെ 2025 അങ്ങനെ ജീവിക്കാൻ തുടങ്ങാം.
എന്ന് തീരുമാനിക്കുന്നതല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആരംഭിക്കണം. എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? ഒരു ബ്രഹ്മമുഹൂർത്തം, ആ സമയത്തൊന്ന് എഴുന്നേൽക്കൂ. ബ്രഹ്മമുഹൂർത്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ സനാതനികൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ് ബ്രഹ്മമുഹൂർത്തം. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ 36 മിനിറ്റിന് മുൻപായിട്ട്, അതായത് ഏകദേശം ഒരു 4:30, 4:30, വെളുപ്പിന് 4:30 ഉണരുന്നതാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകതകൾ എന്താണ്? നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുവാനും രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ അകറ്റുവാനും ആയുർവേദം നിശ്ചയിക്കുന്ന ഒരു സമയക്രമമാണ് ആയുർവേദം എന്ന് വെച്ചാൽ എന്തുവാ? കുറച്ച് കഷായവും അരിഷ്ടവും കുറച്ച് കഴിക്കുന്ന മരുന്നും ഒക്കെ കഴിക്കുന്ന ആ ഒരു പദ്ധതിയാണോ ആയുർവേദം? അല്ല. നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന, ആയുസ്സിനെ കുറിച്ചുള്ള വേദമാണ് ആയുർവേദം. നമ്മൾ 4 വേദങ്ങൾ നമുക്കുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അടുത്ത വേദമാണ് ആയുർവേദം. പിന്നൊരു വേദമാണ് ജ്യോതിഷം. ഇതൊക്കെ അതിന് ശേഷമുള്ള വേദ പഠനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾ അകറ്റുവാനും ഈ ബ്രഹ്മയാമത്തിൽ ഉണർന്നാൽ നമുക്ക് കഴിയും. മാത്രമല്ല, നമ്മളൊരു സാധാരണ ദിവസം ഉണരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ വെളുപ്പിനെ ഒരു 4:30-നും 5 മണിക്കും മുൻപുള്ള ആ ഇടയ്ക്കുള്ള ഒരു സമയത്തൊന്ന് ഉണർന്നു നോക്കിയേ. എന്തുമാത്രം സമയമാണ് നമുക്ക് പ്രഭാതമാകുന്നതിന് മുമ്പ് എത്രയോ ജോലികൾ ചെയ്യാം. കൃത്യമായിട്ട് കുളിച്ച് എല്ലാം ഗൃഹശുദ്ധി വരുത്തി നമുക്ക് നിലവിളക്ക് കൊളുത്തി ആ ഭഗവാന്റെ മുന്നിലിരുന്ന് ഗായത്രി മന്ത്രം, ആ നിലവിളക്കിന് മുന്നിലിരുന്ന് ഗായത്രി ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് അറിയാമോ? ബ്രഹ്മയാമത്തിൽ ഗായത്രി ഉപാസന ചെയ്താൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നതിനുപരി സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്നാണ് നമ്മുടെ പൗരാണിക മതം. എന്നുവെച്ചാൽ പൗരാണികരായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഒരാഗ്രഹത്തിന് വേണ്ടിയല്ല, സകല സൗഭാഗ്യങ്ങളും ഈ ബ്രഹ്മയാമത്തിൽ ഉണർന്ന് ഗായത്രി ഉപാസന ചെയ്യുന്നവർക്ക് ലഭിക്കും. അപ്പോൾ ആ ബ്രഹ്മയാമത്തിന് ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഗുണം പറഞ്ഞു, ആയുസ്, ആരോഗ്യം, സൗന്ദര്യം ഒക്കെ വർദ്ധിക്കും. രണ്ടാമത്തെ ഗുണമാണ് ഗായത്രി ഉപാസനയിലൂടെ നിലവിളക്കൊക്കെ കൊളുത്തി ഗായത്രി ഉപാസനയിലൂടെ സകല സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും. പിന്നീടോ ഇങ്ങനെ ധാരാളം അതുപോലെ പഠിക്കുന്ന കുട്ടികളല്ല, നമ്മളും പഠിക്കുകയല്ലേ, നമ്മൾ ഈശ്വരനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് ഏറ്റവും വലിയ വിദ്യാലയം, ഏറ്റവും വലിയ അറിവ് അതാണ്. അപ്പോൾ നമുക്കും ജ്ഞാനത്തിന്റെ കവാടം തുറന്നു വരുന്ന ഒരു സമയമാണ് ഏത്? ബ്രഹ്മയാമം. ആ ബ്രഹ്മയാമത്തിൽ, അതായത് 4:30 മുതൽ ഉള്ള സമയം, ആ സമയത്ത് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കുറച്ചുകൂടി അവരുടെ ബുദ്ധി ഉണർന്നിരിക്കും. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് തുറന്നിരിക്കും. അതുപോലെ തന്നെ ധ്യാനം പരിശീലിക്കുന്നവർക്കും ഇത് വളരെ ശ്രേഷ്ഠമായ സമയമാണ്. ഈ സമയത്ത് ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ അത് രോഗങ്ങളായി മാറും. ബ്രഹ്മയാമത്തിൽ ധ്യാനത്തിനും പഠിത്തത്തിനും ഒക്കെയുള്ള സമയമാണ്. ഈ സമയത്ത് സരസ്വതി യാമം എന്ന് നമ്മൾ വിളിക്കും. സരസ്വതി യാമം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ ദാസേട്ടന്റെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അത് അപ്പോൾ സരസ്വതി യാമം എന്തുകൊണ്ടാണ്? ബ്രഹ്മദേവന്റെ സ്ത്രീ ശക്തിയാണ് സരസ്വതി ദേവി. ആ ദേവി ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് ഈ ബ്രഹ്മയാമം. അതുകൊണ്ടാണ് ഇതിനെ സരസ്വതി യാമം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മയാമത്തിൽ ബ്രഹ്മദേവനും സരസ്വതി ദേവി ഉണരും എന്നല്ല സങ്കല്പം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യം, പ്രപഞ്ച സൃഷ്ടി ചെയ്തിരിക്കുന്ന, പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ചൈതന്യം ഉണർന്ന് ഓരോ വ്യക്തികളിലും ഓരോ ജീവികളിലും പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രഹ്മയാമം. ആ യാമത്തിലാണ് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മ ചൈതന്യം അനുഗ്രഹ വർഷം പൊഴിക്കുന്നത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് എന്ത് പൊഴിക്കാനാണ് അനുഗ്രഹം? ഉണർന്നിരുന്ന ഭഗവാനെ ധ്യാനിക്കുന്നവരുടെ ഉള്ളിലേക്ക് എല്ലാ ജ്ഞാനവും സൗഭാഗ്യവും ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാം, ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും ജ്ഞാനവും സമ്പത്തും എല്ലാം ഭഗവാൻ ചൊരിയുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മയാമം. അത് അറിയാതെ
ഇനിയുമുള്ള തലമുറ ഒട്ടും അറിയില്ല. കാരണം അവർ രാത്രിയിൽ ഏതെങ്കിലും ഒരു വൈകിയ വേളയിലായിരിക്കും ഫോണും തലക്കീഴി വെച്ച് കിടന്ന് ഉറങ്ങുന്നത്. അത് കഴിഞ്ഞ് അവർ ഉണരുന്നത് പിറ്റേ ദിവസം എത്രയോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഇനിയുള്ള തലമുറയെല്ലാം ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന തലമുറകളെല്ലാം ഈ ബ്രഹ്മയാമം എന്താണെന്ന് അവർക്കറിയുകയോ അതിൻ്റെ ഗുണമോ ഭഗവാന്റെ അനുഗ്രഹമോ ആയുസ്സോ ആരോഗ്യമോ ഒന്നുമില്ലാത്തവരായി വളരെ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ജരാനരകൾ ബാധിച്ച് അവർ വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ കടന്നു പോകും. കാരണം അതുപോലെയാണ് നമ്മുടെ ഈ കാലത്തിൻ്റെ ഒരു പ്രയാണം. അപ്പോൾ ബ്രഹ്മയാമത്തിൽ ഇനിയുള്ള നമ്മൾ ഈ തലമുറയും നമ്മൾ ഈ കേൾക്കുന്നവരും നമ്മുടെ അടുത്ത തലമുറകളെയും സത്സംഗികളായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടം ഒരു പറ്റം സനാതനികൾ ഇത് കേൾക്കുകയും അവരവരുടെ തലമുറയെങ്കിലും നന്നാക്കിയെടുക്കുവാൻ അനുഗ്രഹം ലഭിക്കുവാൻ ഭഗവാന്റെ ചിട്ടയ്ക്കനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്താൽ ആ കുറച്ച് അംഗങ്ങളെങ്കിലും കുറച്ച് തലമുറകളെങ്കിലും ശ്രേഷ്ഠരായി മാറി ഭഗവത് ചൈതന്യത്തിൽ ആ ശാന്തതയിൽ ആ സ്നേഹത്തിൽ ഭഗവാന്റെ കാരുണ്യത്തിൽ സർവ്വ അനുഗ്രഹങ്ങളിലും ജീവിച്ചു പോകുവാൻ കഴിയും. ആദ്യം അമ്മ ഉണർന്നാലേ കുട്ടികളും ആ വീട് ഉണരുകയുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്കാണ് അതിൻ്റെ പ്രധാന ചുമതലയുള്ളത്. കാരണം നമ്മൾ ഉണർന്നാൽ നമ്മുടെ ആരോഗ്യമാണ് വർദ്ധിക്കുന്നത്, നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആയുസ്സും ഒക്കെയാണ് വർദ്ധിക്കുന്നത്. എല്ലാറ്റിനും ഉപരി നമ്മൾ ചിട്ടയായിട്ട് ആ ദിവസം ആരംഭിക്കും. വളരെ ചിട്ടയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ജോലികളെല്ലാം കഴിയും, പ്രധാനപ്പെട്ട ജോലികൾ. അങ്ങനെ ഉണർന്നൊന്ന് നോക്കിക്കേ. അങ്ങനെ കൃത്യമായിട്ട് ഉണരുന്ന വ്യക്തിക്ക് വളരെ ഇപ്പം ജോലിക്ക് പോകണമെങ്കിൽ ശാന്തമായിട്ട് പോകാം, യാതൊരു ടെൻഷനും ഇല്ല. എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. വീട്ടുജോലികളാണെങ്കിലും അതിന് മുമ്പ് തന്നെ തീർന്നു നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്ക് ബാക്കി എന്തുമാത്രം വായിക്കാനും എഴുതാനും ഒക്കെ നമുക്ക് പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് നമ്മൾ ഉണരുന്നത് 6 മണിക്കോ അല്ലെ 5 മണിക്കോ 5:30 ശേഷമാണ് ഉണരുന്നതെങ്കിൽ, 6 മണിക്കൊക്കെയാണ് ഉണരുന്നതെങ്കിൽ നമുക്ക് എല്ലാ ജോലിയും പെൻഡിങ്ങിലായി, നമ്മൾ ടെൻഷനായി, നമ്മുടെ ഒരു ജോലിയും നടക്കാതെ ഇരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന സത്യമല്ലേ എന്ന്? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യേന നടക്കുന്നത്. അങ്ങനെയാണ് മടി ഉണ്ടാകുന്നത്, അലസതയുണ്ടാകുന്നത്. താമസിച്ചുണരുന്നവരെല്ലാവരും മടിയുള്ളവരും അലസത ഉള്ളവരുമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ പ്രാർത്ഥനയോടുകൂടി പുതിയ തീരുമാനത്തോടുകൂടി നമുക്ക് ഇത് ഏറ്റെടുക്കരുതോ? നമുക്ക് ബ്രഹ്മയാമത്തിൽ ഉണരാൻ സാധിക്കണം. ആ ബ്രഹ്മയാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ സനാതനികൾ നമ്മുടെ ഗൃഹങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഒരിക്കൽ പറഞ്ഞ്, ടീച്ചറിൻ്റെ വീട്ടിലെ വിവാഹം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ അവിടുത്തെ അച്ഛനും അമ്മയും വെളുപ്പിനെ എഴുന്നേറ്റ് 4 മണിയാകുമ്പോഴേ അവരുടെ നാമജപം കേട്ടിട്ടാണ് അവർ ബാക്കിയുള്ളവരൊക്കെ ഉണരുന്നത് തന്നെയെന്ന്. അപ്പോൾ ആ വീടിനുണ്ടായ ഐശ്വര്യം കണ്ടിട്ട് അടുത്ത വീട്ടുകാർക്കും ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത വീട്ടുകാരും അതുപോലെ ഒരു മത്സര ബുദ്ധിയോടെ അവരും ആ വെളുപ്പിനെ എഴുന്നേറ്റ് ദീപം തെളിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പരസ്പരം എല്ലാവരും പറഞ്ഞ് പരസ്പരം ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി ആ പ്രദേശത്തുള്ള ആ ഗ്രാമത്തിലുള്ളവർ ഏകദേശം എല്ലാവരും ബ്രഹ്മയാമത്തിൽ ഉണർന്ന് അവർ വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു മത്സര ബുദ്ധിയോടുകൂടി വന്നു എന്നിങ്ങനെ ടീച്ചർ പറഞ്ഞ് എല്ലാവരും വളരെ ചുറുചുറുക്കോടെ ആ നല്ല സന്തോഷത്തോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തുന്നു. ഇത് ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയി, ബ്രഹ്മയാമത്തിൽ ഉണരുന്നവർക്ക് നല്ല എനർജി ഉണ്ടാകും, നല്ല ചുറുചുറുക്ക് ഉണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? ഈ ബ്രഹ്മയാമം എന്ന് പറയുന്ന സമയത്ത് ഓക്സിജന്റെ ശുദ്ധവായുവിൻ്റെ ഒരു അപാരമായ സാന്നിധ്യമുണ്ട് പ്രകൃതിയിലെ. തലേ ദിവസത്തെ പൊടിയും പടലങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് നീങ്ങി അടുത്ത പ്രഭാതത്തിനെ വരവേൽക്കുവാൻ വേണ്ടി പ്രകൃതിയും ഈശ്വരനും താൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് പുതിയ ഊർജം പകരുവാൻ വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന സമയമാണത്. അപ്പോൾ ശ്വസനം നടക്കുമ്പോൾ നമ്മൾ പ്രാണായാമമൊക്കെ ആ സമയത്ത് ധ്യാനം യോഗയൊക്കെ പരിശീലിക്കുമ്പോൾ മാക്സിമം നമ്മളിങ്ങനെ ശ്വസന പ്രക്രിയയിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ശുദ്ധവായു ഓക്സിജൻ അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ വളരെ വർദ്ധിച്ച് നല്ല രക്തചംക്രമണം കറക്റ്റായിട്ട് പോയി ശുദ്ധ രക്തമൊക്കെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഉണ്ടാകുവാൻ ഈ ഓക്സിജൻ്റെ ആ ഒരു
നിറസാന്നിധ്യം നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് നല്ല ചുറുചുറുക്കോടുകൂടി, ചിട്ടയോടുകൂടി, ഉന്മേഷത്തോടുകൂടി ഓരോ ദിവസത്തെയും സൃഷ്ടിക്കുവാൻ കഴിയും. സൃഷ്ടികർത്താവായ സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യം തൻ്റെ സൃഷ്ടികളെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സമയം ആരംഭിക്കുമ്പോൾ നമ്മളും ആ സമയത്തിന് ഇപ്പോൾ ഉണരുമ്പോൾ നമ്മുടെയും സൃഷ്ടി എന്ന് വെച്ചാൽ നമ്മൾ ആ ദിവസം എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് അതെല്ലാം വളരെ ഭംഗിയായി, ചിട്ടയായി, ക്രമമായി, ശാന്തമായി, സ്ഥിരമായി ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മൾ വലിയ വലിയ സങ്കല്പങ്ങൾ, വലിയ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ റെസൊല്യൂഷൻ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചാൽ എന്തായി തീരണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ബ്രഹ്മയാമത്തിൽ ഉണരും, എനിക്ക് വേറെ ഒരു തീരുമാനങ്ങളുമില്ല, ഈ ഒരു തീരുമാനമേ ഉള്ളൂ എനിക്ക് എന്ന് അതിലൊന്ന് മുറുകെ പിടിച്ചേ. ആ ഒരു തീരുമാനം മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും സുഗമമായി വന്നോളും. ആരോഗ്യമല്ലേ ഒരു വ്യക്തിക്ക് ആവശ്യം വേണ്ടത്? ആരോഗ്യമുണ്ടെങ്കിലല്ലേ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുവാനും നമുക്കെല്ലാം നന്നായി കൊണ്ടുപോകുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സമയമാണ് ബ്രഹ്മയാമം. അത് കഴിയുമ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിലാണ് സന്തോഷമുള്ള ഒരു ജീവിതവും സൗന്ദര്യവും ചുറുചുറുക്കും എല്ലാം നിലനിൽക്കുന്നത്, ആയുസ്സും എല്ലാം. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ചിട്ടയായ ജീവിതം ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും, ആയുസ്സുണ്ടാകും, പിന്നെ എല്ലാറ്റിനും ഉപരിയായി സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതാകട്ടെ നമ്മുടെ പുതുവർഷത്തിലെ നമ്മുടെ എല്ലാവരുടെയും ടാർഗറ്റ്. പുതുവർഷത്തിൽ ഞാൻ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് എനിക്ക് നേടേണ്ടത് എന്ന് ചിന്തിച്ചാൽ ഈ ഒരു കാര്യം മാത്രം ഇനിയുള്ള വർഷങ്ങൾ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇനിയും കുറേ വർഷങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടും. കാരണം ഈശ്വര വിശ്വാസികളായിട്ടുള്ളവർ, വിശ്വാസമല്ല ഈശ്വരനെ അനുഭവിക്കുന്നവർ, ഈശ്വരൻ്റെ രക്ഷയിൽ കഴിയാൻ ആ തീരുമാനിച്ചെത്തുന്ന ഓരോ വ്യക്തിക്കും, ആത്മീയ പാത പിന്തുടരുന്നവർക്ക് ആയുസ് വളരെയധികം വർദ്ധിക്കുന്നതാണ്. നമ്മൾ ചുറ്റുപാടും നോക്കൂ. അല്ലാതെ പല വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും പ്രശ്നങ്ങളും പ്രവൃത്തികളും കൊണ്ട് നടക്കുന്നവരൊക്കെ അകാലത്തിൽ പൊലിഞ്ഞു പോവുകയോ ആപത്തിൽപ്പെടുകയോ ഒക്കെയല്ലേ ചെയ്യുന്നത്. ഈശ്വര ചിന്തയിലൂടെ കടന്നു പോകൂ, ആയുസ് വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും, ജീവിതം സമാധാനപൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇനിയുള്ള കാലം നമുക്ക് ഈ ഈശ്വര ചിന്തയിലൂടെ കടന്നുപോയി സമാധാനത്തോടെ ജീവിക്കാനല്ലാതെ വേറെ എവിടെയാണ് രക്ഷ? എവിടെ കിട്ടും നമുക്ക് രക്ഷ? എവിടെയും കിട്ടാനില്ല. ഇതേ ഉള്ളു രക്ഷാമാർഗം. ചെറിയ കുട്ടിക്കായാലും യുവതികൾക്കോ യുവാക്കൾക്കോ ഏത് പ്രായത്തിലുള്ളവർക്കോ. അല്ലാതെ അത് പഴയ കാലത്തെ ഒരു സമ്പ്രദായമായിരുന്നു, പ്രായമാകുമ്പോഴേ ആത്മീയ പാത പിന്തുടരാവൂ എന്നുള്ളത്. ഇപ്പോൾ പ്രായമായിട്ടല്ല ആത്മീയത പിന്തുടരേണ്ടത്. കാരണം ഈ മോശപ്പെട്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൈപിടിക്കുവാൻ ഏക ആശ്രയം ശ്രീ ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാന്റെ കൈയും പിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്ന നമുക്ക് ഈ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടോട്ടെ, നമ്മുടെ പരിസരത്ത് കണ്ടോട്ടെ, പക്ഷെ അതൊന്നും നമ്മെ ബാധിക്കില്ല. നമുക്ക് വളരെ ശക്തമായ ചുവടുവയ്പ്പുകളോടെ വളരെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ്റെ കൈ പിടിച്ചാൽ കഴിയും. അപ്പോൾ അതിനാകട്ടെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ, എല്ലാവരെയും ഭഗവാൻ അതിന് തയ്യാറെടുപ്പിക്കട്ടെ. ഇതുവരെയും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ചില ശൽക്കങ്ങൾ, ചില നമ്മുടെ സ്കിന്നിനെ പൊതിഞ്ഞിരുന്ന ചില ശൽക്കങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞിരുന്ന വേണ്ടാത്ത മടിയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇല്ലേ, പാമ്പൊക്കെ, അത് അതിന് വളർച്ച വ്യത്യാസം വരുന്നതനുസരിച്ച് അതിൻ്റെ ശൽക്കങ്ങളൊക്കെ കുഴിക്കില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ പഴയ ശൽക്കങ്ങളും നമ്മൾ കുഴിച്ച് കളഞ്ഞിട്ട് പുതു വ്യക്തിയായി മാറുക. കേട്ടിട്ടില്ലേ, ഒരു ഈഗിൾ പക്ഷി, പരുന്ത് പക്ഷി, അതിന് 45 വയസ്സ് കഴിയുമ്പോഴാണ് അതിൻ്റെ വാർദ്ധക്യം ബാധിച്ച് അതിൻ്റെ ചിറകുകളൊക്കെ അത് തന്നെ അതിൻ്റെ കൊക്ക് കൊണ്ട് പറിച്ച് ദൂരെ കളയും. അങ്ങനെ അത് ആകെ മാംസം മാത്രമായ ഒരു ജീവിയായി മാറും. അങ്ങനെ അത് കുറേ ദിവസം ഇരിക്കും. എന്തിനാണ് അത് തന്നെ കൊത്തിപ്പറിച്ച് കളയുന്നത്? അതിൻ്റെ ഓരോ തൂവലും അത് ഇളക്കി കളയുമ്പോൾ അതിനെന്ത് വേദനിക്കും. എങ്കിലും അത് അങ്ങനെ ചെയ്തതിന് ശേഷം അവസാനം അതിൻ്റെ ചുണ്ട് വരെ ഇളകിപ്പോകും. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും അതിന്
പുതുതായി അതിനെല്ലാം ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ശരീരത്തിൽ വീണ്ടും ഇതെല്ലാം ഉണ്ടായി വരും. അപ്പോഴതിനെ കണ്ടാൽ ഈ 45-ാം വയസ്സിൽ അത് അല്ല 45 വർഷത്തിലത് വാർദ്ധക്യം ബാധിച്ചത് വീണ്ടും വളരെ ചെറിയ കുട്ടിയായിട്ട് പുതിയ ജീവനായിട്ട് അത് വീണ്ടും തളിർത്തിങ്ങനെ വരും. അതിൻ്റെ പുതിയ ചിറകുകളും പുതിയ കൊക്കും ഒക്കെ അതിനുണ്ടാകും. അപ്പോൾ നമ്മുടെ ഇതുവരെയും നമ്മുടെ മനസ്സിനെ ബാധിച്ചിരുന്ന എല്ലാ അന്ധകാരങ്ങളും വാർദ്ധക്യങ്ങളും അവശതകളും കഷ്ടപ്പാടുകളും എല്ലാം നമുക്ക് മടിയും അലസതയും എല്ലാം കുടഞ്ഞെറിയുക. ആ ഈഗിൾ പക്ഷിയെ പോലെ നമ്മളും കൊത്തിപ്പറിച്ച് ദൂരെ കളഞ്ഞിട്ട് ഒരു പുതിയ വ്യക്തിയാകാൻ, ഊർജ്ജസ്വലതയുള്ള ഉന്മേഷമുള്ള യുവത്വമുള്ള സന്തോഷമുള്ള വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം. അതായിരിക്കട്ടെ ഈ 2025 നമ്മുടെ പ്രതിജ്ഞ, നമ്മുടെ തീരുമാനം. ഇതിന് ഭഗവാൻ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ഭഗവാനും ദേവിയും അതിന് സഹായിക്കും എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.